വെരിമക്കളെ, സ്റ്റഡി ടേബിളിലേക്ക് വരും എല്ലാവരും. സ്റ്റഡി ടേബിൾ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ലോഹങ്ങൾ എന്ന് പറയുന്ന 6ാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചില ഭാഗങ്ങളിലെ ചില ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പെന്നൊക്കെ എടുത്ത് വരിക, നോട്ടൊക്കെ എടുക്കുക, കാര്യങ്ങൾ നോട്ട് ചെയ്യുക, പഠിക്കാൻ പറയുന്ന എളുപ്പമാർഗങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ട് സംശയമൊന്നും കൂടാതെ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാൻ എല്ലാവരും കഴിയണം. അപ്പോൾ ഇനിയും സ്റ്റഡി ടേബിൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചില ആൾക്കാരുണ്ട്. അവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ക്ലാസ്സിലേക്ക് വരിക. ഓക്കെ, നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുക എന്ന രൂപത്തിലുള്ള ചോദ്യമാണ് ആദ്യം തന്നിട്ടുള്ളത്. മക്കളെ, ഈ ചോദ്യത്തില് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യത്തെ ടോപ്പിക്കാണ് അയിരിന്റെ സാന്ദ്രണം എന്ന ഘട്ടം, അല്ലെ? അതായത് നമുക്കറിയാം എന്താണ് അയിരിന്റെ സാന്ദ്രണം എന്ന് പറഞ്ഞാൽ. അയിരിന്റെ സാന്ദ്രണം എന്ന് പറഞ്ഞാൽ നമ്മൾ അയിര് എവിടുന്ന് നമുക്ക് കിട്ടുക? അയിര് എന്ന് പറഞ്ഞാൽ ഒരു ലോഹത്തിന്റെ സംയുക്തമാണ്, അല്ലെ? ലോഹത്തിന്റെ സംയുക്തങ്ങളാണ് ധാതുക്കൾ. ആ ധാതുക്കളിൽപ്പെട്ട ചില പ്രത്യേക ഗുണങ്ങളുള്ള ആളുകളെ നമ്മൾ എന്തായി സെലക്ട് ചെയ്യുക, എന്തായി തിരഞ്ഞെടുക്കുക? അയിരായിട്ട് തിരഞ്ഞെടുക്കുക, അല്ലെ? ഭൂമിയിൽ സുലഭമായ, വേർതിരിച്ചെടുക്കാൻ എളുപ്പമായ, ഉൽപാദന ചെലവ് കുറഞ്ഞ, ലോഹത്തിന്റെ അംശം കൂടിയ ധാതുവിനെയാണ് നമ്മൾ എന്തായി സെലക്ട് ചെയ്യുക? അയിരായിട്ട് സെലക്ട് ചെയ്യുക, ആണല്ലോ. എന്നിട്ട് ഈ ഭൂമിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ഈ അയിരുണ്ടല്ലോ, അതില് ഒരുപാട് അപദ്രവ്യങ്ങൾ ഉണ്ടാവും, ഭൗമ മാലിന്യങ്ങൾ ഉണ്ടാവും, വേസ്റ്റ് ഉണ്ടാവും. ആ അപദ്രവ്യങ്ങളെ നമ്മൾ ഗ്യാങ് എന്ന് വിളിക്കാറില്ല കേട്ടോ. അപ്പോ ഒരു ലോഹത്തെ, ഒരു അയിരിൽ നിന്നാണല്ലോ നമ്മൾ ലോഹത്തെ വേർതിരിച്ചെടുക്കുന്നത്. അയിരിൽ നിന്നും ലോഹത്തെ നമ്മൾ വേർതിരിച്ചെടുക്കുമ്പോൾ അതില് ആ അയിരിന്റെയും അപദ്രവ്യങ്ങളുടെയും സ്വഭാവം നോക്കിയിട്ട് 4 വ്യത്യസ്തങ്ങളായ രീതികളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സാന്ദ്രണ രീതിയാണ് നമ്മൾ സെലക്ട് ചെയ്യുക, അല്ലെ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ജലപ്രവാഹത്തിൽ കഴുകൽ. ഒന്നാമത്തെ രീതി എന്താണ്? ജലപ്രവാഹത്തിൽ കഴുകൽ എന്ന രീതിയാണ്. എന്താ മക്കളെ ജലപ്രവാഹത്തിൽ കഴുകൽ എങ്ങനെയാ? അപ്പോൾ ജലപ്രവാഹം പേരിത്തിനുണ്ട്, പ്രവാഹം, വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി ഇങ്ങനെ പോവാണ്. നോക്കൂ, നിങ്ങളുടെ കയ്യിൽ കുറച്ച് തെർമോക്കോളിന്റെ കഷ്ണങ്ങളുണ്ട്. എന്തിനടാ? തെർമോക്കോളിന്റെ കഷ്ണങ്ങളുണ്ട്, കുറച്ച് കല്ലുകളുണ്ട്, ചരലിന്റെ കല്ലുകളുണ്ട്. നിങ്ങൾ വെള്ളം ഇങ്ങനെ ഒഴുകട്ടെ, തോട്ടിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. തോട്ടിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുമ്പോൾ ഈ തെർമോക്കോളിന്റെ കഷ്ണങ്ങളും കല്ലും ഒരുമിച്ച് വെള്ളത്തിൽ കിട്ടും. ഒരുമിച്ച് എന്ത് ചെയ്തു? വെള്ളത്തിലേക്ക് ഇട്ടു. എന്താ സംഭവിക്കുക? തെർമോക്കോളിന്റെ കഷ്ണങ്ങൾ, കനമില്ലാത്ത, ഭാരം കുറഞ്ഞ, സാന്ദ്രത കുറഞ്ഞ തെർമോക്കോളിന്റെ കഷ്ണങ്ങൾ വെള്ളത്തിന് മുകളിൽ ആ വെള്ളത്തിന് ഒഴുക്കിനൊപ്പം ഒഴുകിയാണ് പോവും. അതുകൊണ്ട് പോവില്ലേ? ഇവിടെ നിൽക്കുവോ? ഇല്ല. എന്നാൽ നിങ്ങൾ ഇട്ട കല്ലുകളോ ചരൽ കല്ലുകളോ അവരെ വെള്ളത്തിന്റെ അടിയിൽ അവിടെ തന്നെ ഉണ്ട്. കാരണം അവർക്ക് കനം കൂടുതലാണ്. കനം കൂടുതലുള്ള ആൾക്കാർ പൊങ്ങി കിടക്കുവോ? ഇല്ല, അവർ അടിയിലേക്ക് പോവും. അപ്പൊ അത്തരത്തിൽ നമുക്ക് ഒഴുകി പോയിക്കോട്ടെ, ആവശ്യമില്ലാത്ത ഏതാ? അപദ്രവ്യങ്ങൾ. അപ്പൊ അപദ്രവ്യങ്ങൾക്ക് ഭാരം കുറവാണെങ്കിൽ, അപദ്രവ്യങ്ങൾക്ക് സാന്ദ്രത കുറവാണെങ്കിൽ ഏത് മാർഗം സ്വീകരിക്കാം മക്കളെ? ജലപ്രവാഹത്തിൽ കഴുകൽ എന്ന രീതി സ്വീകരിക്കാം. നേരെ തിരിച്ച് അപദ്രവ്യങ്ങൾക്ക് കനം കൂടുതൽ, സാന്ദ്രത കൂടുതലാണ്, അയിരിന് സാന്ദ്രത കുറവാണെങ്കിൽ ഈ രീതി ചെയ്യാൻ പറ്റുമോ? ഇല്ല, അയിരണ്ട് ഒലിച്ചു പോകില്ലേ കനമില്ലെങ്കിൽ. അപ്പൊ ഇന്ന് നേരെ തിരിച്ച് ഈ ജലപ്രവാഹത്തിൽ കഴുകലിന്റെ ഓപ്പോസിറ്റ് പ്രക്രിയയാണ് എന്ത്? പ്ലവന പ്രക്രിയ. അപ്പൊ ഓർക്കുക, ജലപ്രവാഹത്തിൽ കഴുകലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പ്ലവന പ്രക്രിയ. അയിരിന് കനം കൂടുതലാണെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകൽ, ഗ്യാങ് പൊങ്ങിക്കിടക്കും, ഗ്യാങ് ഒലിച്ചു പോകും. നേരെ തിരിച്ച് അയിരിന് കനം കുറവ്, സാന്ദ്രത കുറവാണെങ്കിൽ പ്ലവന പ്രക്രിയ, അല്ലെ? സൾഫൈഡ് അയിരുകളൊക്കെ നമ്മൾ പ്ലവന പ്രക്രിയ വഴിയാണ് ശുദ്ധീകരിക്കുക. മൂന്നാമത്തെ രീതിയാണ് കാന്തിക വിഭജനം, അല്ലെ? കാന്തിക വിഭജനം അല്ലെങ്കിൽ കാന്തിക വേർതിരിക്കൽ എന്നൊക്കെ പറയാൻ എന്താ അർത്ഥം? ഒന്നുകിൽ അയിരിന് അല്ലെങ്കിൽ അതിലുള്ള അപദ്രവ്യത്തിന് എന്തുണ്ടാവണം? കാന്തിക സ്വഭാവം ഉണ്ടാവണം. രണ്ടാൾക്കും കൂടി കാന്തിക സ്വഭാവം ഉണ്ടായി നടക്കും മക്കളെ? ഇല്ല, ആയിരിക്കും ഒരാൾക്കേ പാടുള്ളൂ. അത് അയിരിന് തന്നെ കാന്തിക സ്വഭാവം വേണം നിർബന്ധമുണ്ടോ? ഇല്ല. ഓക്കെ, ഉദാഹരണം, ടിന്നിന്റെ ഒരു അയിരാണ് ടിൻ സ്റ്റോൺ. പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? ആ കോളത്തിൽ അവസാനം ടിന്നിന്റെ അയിരാണ് ടിൻ സ്റ്റോൺ. അതിന്റെ മറ്റൊരു പേരെന്താ? കാസിറ്ററൈറ്റ്. ഇപ്രാവശ്യം പുതിയതായി ടെക്സ്റ്റ് ചേർത്ത വാക്കാണ്. ടിൻ സ്റ്റോണിന്റെ മറ്റൊരു പേരാണ് കാസിറ്ററൈറ്റ്. മക്കളെ, ഈ ടിൻ സ്റ്റോൺ എന്ന അയിരിന് എന്തില്ല? കാന്തിക സ്വഭാവം ഇല്ല. എന്നാൽ ആർക്കുണ്ട്? അതിലുള്ള ഗ്യാങ് ആയ, അപദ്രവ്യമായ അയൺ ടങ്സ്റ്റേറ്റ്, അല്ലെ? കാസിറ്ററൈറ്റിലുള്ള ടിൻ സ്റ്റോണിലുള്ള ഗ്യാങ്ങിന്റെ പേരെന്താണ്? അയൺ ടങ്സ്റ്റേറ്റ്. ആ ഗ്യാങ്ങിന് എന്തുണ്ട്? കാന്തിക സ്വഭാവം ഉണ്ട്. അപ്പൊ ആർക്കും ഒരാൾക്ക് ഉണ്ടായാൽ മതി, അല്ലെ? പിന്നെ അടുത്താണ് ലീച്ചിങ് എന്ന പ്രക്രിയ. ബോക്സൈറ്റിനൊക്കെ നമ്മൾ ലീച്ചിങ് വഴിയല്ലേ, അതായത് അയിര് മാത്രം ലയിക്കുന്നതും ഗ്യാങ് ലയിക്കാത്തതുമായ ഒരു പദാർത്ഥത്തിൽ നമ്മൾ അതിനെ ചേർക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ അത് വെച്ചിട്ടുള്ള ഒരു ചോദ്യം അവിടെ വന്നിട്ടുള്ള കേട്ടോ. അയിരിന് അപദ്രവ്യത്തെക്കാൾ സാന്ദ്രത കൂടുതൽ. മക്കളെ, അയിരിന് സാന്ദ്രത പറഞ്ഞ എന്താടാ? സാന്ദ്രത പറഞ്ഞ എന്താണ്?
സാന്ദ്രത എന്ന് പറഞ്ഞാൽ കനം എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താണ് കനം? അപ്പൊ അയിരിന് സാന്ദ്രത അഥവാ കനം കൂടുതലാണ്. എടാ അയിരിന് കനം കൂടുതൽ, അയിര് താന്നെടുക്കൂലേ? അപ്പൊ ആര് പൊങ്ങിക്കിടക്കും? അപദ്രവ്യങ്ങൾ അഥവാ ഗ്യാങ് പൊങ്ങിക്കിടക്കും അല്ലെ? അപ്പൊ ഗ്യാങ് പൊങ്ങിക്കിടക്കുന്ന രീതിയാണെങ്കിൽ നമുക്ക് ഏത് സ്വീകരിക്കാം? ഗ്യാങ് പൊങ്ങിക്കിടക്കണ ഏത് സ്വീകരിക്കാം? പൊങ്ങിക്കിടക്കണ ഗ്യാങ് ഒലിച്ചു പോയിക്കോട്ടെ. ഏതാ? ജലപ്രവാഹത്തിൽ കഴുകൽ. ഓക്കെ, അപ്പൊ അയിരിന് സാന്ദ്രത കൂടുതലും ഗ്യാങ്ങിന് സാന്ദ്രത കുറവുമാണെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകൽ എന്ന രീതി സ്വീകരിക്കാം അല്ലെ? നേരെ തിരിച്ച് അയിരിന് സാന്ദ്രത കുറവ് എന്ന് പറഞ്ഞാൽ അയിരിന് കനം കുറവ്, അപ്പൊ അയിര് പൊങ്ങിക്കിടക്കും, ഗ്യാങ് താന്ന് കിടക്കും. അപ്പോഴേതാടാ? നേരെ തിരിച്ച് പ്ലവന പ്രക്രിയ അല്ലെ? ഇനി അയിരിന്റെ കാന്തിക സ്വഭാവം, ഇനിയിപ്പോ അയിരിന്റെ ഒരു അപദ്രവ്യത്തിന്റെ കാന്തിക സ്വഭാവം രണ്ടായാലും ഏതെങ്കിലും ഒന്നിനെ പാടുള്ളൂ എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഏത് മെത്തേഡ്? കാന്തിക വിഭജനം അല്ലെ? അപ്പൊ നമ്മൾ ആൻസർ എന്താ നോക്കി നിങ്ങള്? അതായത് എക്സ് എവിടക്ക പോയത്? എക്സ് 6, എക്സ് ഏതാടാ? 6, എക്സിന് നേരെ താഴെ 6 വരുന്നുണ്ട് അല്ലെ? വൈ എവിടക്ക പോയത്? പിയിലേക്ക് പോയി. ദെൻ സെഡ് അയിരിന്റെ കാന്തിക സ്വഭാവം Q. അപ്പൊ നമ്മൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ. മക്കളെ, എല്ലാ പരീക്ഷക്കും ഈ പറഞ്ഞ അയിരിന്റെ സാന്ദ്രണ രീതിയിൽ 4 ഏതെങ്കിലും ഒന്ന് എപ്പോഴും പരീക്ഷ ചോദിക്കാറുണ്ട്. നിങ്ങൾ പഠിക്കേണ്ടത് അവിടെയുള്ള അയിരിന് ഗ്യാങ്ങിന്റെ സ്വഭാവം, ഒരു സെന്റൻസ് ഉണ്ടാവുള്ളൂ അല്ലെ? പിന്നെ ഉദാഹരണം, അതായത് ഇത് ഒന്നുകിൽ ഇങ്ങനെ ഈ അയിരിന്റെ ഗ്യാങ്ങിന്റെ സ്വഭാവം തന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉദാഹരണം തന്ന് ചോദിക്കും അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടിൻ സ്റ്റോൺ അല്ലെങ്കിൽ കാസിറ്ററൈറ്റ്, ഇതിന്റെ സാന്ദ്രണ രീതി ഏത്? ഉത്തരം കാന്തിക വിഭജനം അല്ലെങ്കിൽ കാന്തിക വേർതിരിക്കൽ അല്ലെ? ബോക്സൈറ്റിന്റെ സാന്ദ്രീകരണ രീതി ലീച്ചിങ്. സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രീകരണ രീതി എന്താണ്? പ്ലവന പ്രക്രിയ. ഈ സൾഫൈഡ് അയിര് എന്ന് പറയാതെ നിങ്ങൾ 3 സൾഫൈഡ് അയിര് പഠിക്കണട്ടോ മക്കളെ. കോപ്പറിന്റെ 2 അയിരുകൾ സൾഫൈഡ് അയിര്. എങ്ങനെ സൾഫൈഡ് അയിരും തിരിച്ചറിയാം? സമവാക്യത്തിൽ അതിന്റെ രാസസൂത്രത്തിൽ എസിൽ അവസാനിച്ച സൾഫൈഡ് അയിരാണ്. ഇപ്പൊ സിങ്ക് ബ്ലെൻഡ്, സിങ്കിന്റെ ഒരു അയിരാണ് സിങ്ക് ബ്ലെൻഡ്, എസിൽ അവസാനിക്കുന്നത് അല്ലെ? കോപ്പർ ഗ്ലാൻസ്, കോപ്പർ പൈറേസ് ഒക്കെ എസിൽ അവസാനിച്ച സൾഫൈഡ് അയിരാണ്. അപ്പൊ സൾഫൈഡ് അയിരുകളുടെ പ്ലവന പ്രക്രിയ, സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണ രീതിയാണ് ഏത്? പ്ലവന പ്രക്രിയ. അപ്പൊ അങ്ങോട്ട് ചോദിക്കും, എന്ത് ചോദിക്കും? കോപ്പർ ഗ്ലാൻസിന്റെ എന്താണ്? കോപ്പർ ഗ്ലാൻസിന്റെ സാന്ദ്രീകരണ രീതി ഏതാണ്? അപ്പൊ ആലോചിക്കണം, കോപ്പർ ഗ്ലാൻസ് എന്താ? സൾഫൈഡ് അയിരാണ്. സൾഫൈഡ് അയിരിന്റെ സാന്ദ്രീകരണ രീതി ഏതാ? പ്ലവന പ്രക്രിയയാണ്. അപ്പൊ അങ്ങനെ ഉദാഹരണം വെച്ചും ചോദിക്കും, അല്ലെങ്കിൽ അയിരിന്റെയും അപദ്രവ്യത്തിന്റെയും സ്വഭാവം വെച്ചും ചോദിക്കും. തെറ്റിക്കരുത് കേട്ടോ. സിങ്കിന്റെ 2 അയിരുകളുടെ സാന്ദ്രണവുമായി ബന്ധപ്പെട്ട അപൂർണ സമവാക്യം തന്നിട്ടുണ്ട്. സിങ്കിന്റെ 2 അയിരുകളാണ് പറയുന്നത് കേട്ടോ. സമവാക്യങ്ങൾ പൂർണ്ണമല്ല, ഇവിടെ കാണാൻ എക്സും വൈയും കാണാൻ ഇവിടെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നാ നോക്കി നിങ്ങള് ZnCO3. മക്കളെ, CO3 എന്ന് അവസാനിച്ചാൽ, ഒരു സംയുക്തത്തിന്റെ പേരിന്റെ അവസാനം CO3 എന്ന് അവസാനിച്ചാൽ അത് കാർബണേറ്റ് അയിരല്ലേ? എന്തയിരാണ്? അത് കാർബണേറ്റ് അയിരാണ്. ഓക്കെ, അപ്പൊ കാർബണേറ്റ് അയിര് എന്തായിരാ മക്കളെ? കാർബണേറ്റ് അയിര്. കാർബണേറ്റ് അയിരാണ്. സിങ്കിന്റെ കാർബണേറ്റ് അയിരിന്റെ പേരെന്താടാ? ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേരാണ് കലാമിൻ അല്ലെ? സിങ്കിന്റെ കാർബണേറ്റ് ഓറിന്റെ പേരെന്താ? കലാമിൻ. അപ്പൊ ഇത് കലാമിൻ ആണ് കേട്ടോ. കലാമിനെ ചൂടാക്കുന്നു. പ്ലസ് താപം എന്ന് പറഞ്ഞാൽ ചൂടാക്കുക. കലാമിനെ ചൂടാക്കുമ്പോൾ മക്കളെ, ആ കലാമിൻ ഓക്സൈഡായി മാറും അല്ലെ? അതായത് ഈ 2 സമവാക്യങ്ങളിൽ ഇവിടെ നമ്മൾ കാർബണേറ്റിനെ ചൂടാക്കുന്നു. ഇത് എസിൽ അവസാനിക്കണത്, അപ്പൊ സൾഫൈഡ് അയിരല്ലേ? ഇവിടെ നമ്മൾ സൾഫൈഡ് അയിരിനെ ചൂടാക്കുന്നു. മക്കളെ, കാർബണേറ്റ് അയിരിനെയും സൾഫൈഡ് അയിരിനെയും ചൂടാക്കിയാൽ അതെല്ലാം ഓക്സൈഡ് അയിരായി മാറും. അപ്പൊ സിങ്ക് കാർബണേറ്റ് അയിരിനെ ചൂടാക്കി കഴിഞ്ഞാൽ അത് സിങ്ക് ഓക്സൈഡായി മാറും. സിങ്ക് സൾഫൈഡിനെ ചൂടാക്കിയാലും സിങ്ക് ഓക്സൈഡായി മാറും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എല്ലാത്തരം ഓറുകളെയും എല്ലാത്തരം അയിരുകളെയും അവയെ ഓക്സൈഡ് അയിരാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷനും റോസ്റ്റിങ്ങും. ഏതൊക്കെയാണ്? കാൽസിനേഷനും റോസ്റ്റിംഗ്. അപ്പൊ ഇതിൽ ഒന്ന് കാൽസിനേഷൻ ആണ്, ഒന്ന് റോസ്റ്റിംഗ് ആണ്. ഒന്ന് കാൽസിനേഷൻ ആണ്, ഒന്ന് റോസ്റ്റിംഗ് ആണ് അല്ലെ? ഏതാ കാൽസിനേഷൻ എങ്ങനെ അറിയാം? 2 മാർഗം ഉണ്ട് മക്കളെ. ഒരു സമവാക്യം മുഴുവൻ തന്നാലും കുറച്ച് തന്നാലും കാൽസിനേഷൻ അറിയാൻ 2 മാർഗം ഉണ്ട്. ഒന്ന്, കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുകയാണ്. വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ നിങ്ങൾക്ക് O2 എന്ന് കാണാൻ പറ്റൂല. നിങ്ങൾ നോക്കി, ഈ സമവാക്യത്തിൽ പ്ലസ് O2 കാണുന്നുണ്ടോ? സിങ്ക് ZnCO3 പ്ലസ് O2 എന്നുണ്ടോ? ഇല്ല. അതെന്താ? വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തത് CO3 കാർബണേറ്റിനെയാണ് ചൂടാക്കുന്നതെങ്കിൽ അതും എന്താണ്? കാൽസിനേഷൻ ആണ്. അപ്പൊ കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ നോക്കുക. ഒന്ന്, കാൽസിനേഷനിൽ പ്ലസ് O2 ഉണ്ടാവില്ല, ഓക്സിജൻ ഉണ്ടാവില്ല, വായു ഉണ്ടാവില്ല. രണ്ടാമത്തത്, കാൽസിനേഷൻ വഴി നമ്മൾ ഈ പറഞ്ഞ കാർബണേറ്റ് അയിരുകളെ കാൽസിനേഷൻ വഴിയാണ് ഓക്സൈഡ് ആക്കുക.
ഈ രണ്ടാമത്തെ നോക്കി നിങ്ങൾ സൾഫൈഡ് അയിരുകളെ വായുവിന്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുന്നു. +O2 എന്ന് പറഞ്ഞാൽ അവിടെ വായുവിന്റെ സാന്നിധ്യം ഉണ്ട് അല്ലെ. വായുവിന്റെ സാന്നിധ്യത്തിൽ സൾഫൈഡ് അയിരുകളെ ചൂടാക്കുമ്പോൾ അത് ഓക്സൈഡായി മാറുന്നു. ഈ രീതിയാണ് റോസ്റ്റിംഗ്. എന്താണ് റോസ്റ്റിംഗ് തിരിച്ചറിയാനുള്ള മാർഗം എന്താ? ഒന്ന്, സൾഫൈഡ് അയിരിനെ ആയിരിക്കും ചൂടാക്കുക. 2 +O2 ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വായുവിന്റെ സാന്നിധ്യത്തിലാണ് ചൂടാക്കുന്നത്. അതുകൊണ്ടാണ് +O2 ആ സമവാക്യത്തിൽ ഉണ്ടാവുക. അപ്പൊ എപ്പോഴും ഓർക്കുക, റോസ്റ്റിങ്ങും കാൽസിനേഷനും എന്തിനു വേണ്ടി നടത്തുന്ന പ്രക്രിയ മക്കളെ? റോസ്റ്റിംഗ് കാൽസിനേഷൻ എന്തിനാ നടത്തുന്നത്? എല്ലാത്തരം അയിരുകളെയും ഓക്സൈഡ് അയിരാക്കാനുള്ള മാർഗമാണ് റോസ്റ്റിംഗും കാൽസിനേഷനും. എന്ന് പറഞ്ഞേ, എല്ലാത്തരം അയിരുകളെയും ഓക്സൈഡ് അയിരാക്കാനുള്ള മാർഗമാണ് റോസ്റ്റിങ്ങും കാൽസിനേഷനും. ഓക്കെ, പിന്നെ എന്താ ഇവർ തമ്മിലുള്ള വ്യത്യാസം? ആദ്യം ഇവർ തമ്മിലുള്ള സിമിലാരിറ്റി, സാദൃശ്യം പറയാം. രണ്ടിലും, റോസ്റ്റിംഗിലും കാൽസിനേഷനിലും നമ്മൾ അയിരിനെ അതിന്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിലാണ് ചൂടാക്കുന്നത്. അയിരിനെ അതിന്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കാൻ പാടില്ല. എന്താണ് ദ്രവണാങ്കം എന്ന് പറഞ്ഞാൽ? ഒരു ഖരവസ്തു അത് ഉരുകി ദ്രാവകം ആയി മാറുന്ന താപനില. എന്തായി മാറുന്ന? ദ്രാവകം ആയി മാറുന്ന താപനിലയാണ് എന്ത്? ദ്രവണാങ്കം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ദ്രാവകമായി മാറുന്ന താപനില എത്രയാണോ അത്ര ചൂടാക്കരുത്, അതിന് താഴെ അത്രയും ചൂടാക്കിയ അതുകൊണ്ട് ഉരുകൂല മക്കളെ. അപ്പോൾ അയിരിനെ അതിന്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്നതാണ് കാൽസിനേഷനും റോസ്റ്റിങ്ങും. പിന്നെ എന്താ വ്യത്യാസം? പിന്നെ ചോദിക്കണം, എന്താ വ്യത്യാസം? കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുകയാണ്. റോസ്റ്റിങ്ങിലാണ് വായുവിന്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും പരീക്ഷ എഴുതുമ്പോൾ മാറിപ്പോകാറുണ്ട് കേട്ടോ. ഒക്കെ പഠിച്ചിങ്ങനെ പോയിട്ട് പരീക്ഷപ്പോൾ ഇങ്ങനെ ഒക്കെ എനിക്കറിയാം, എല്ലാം ചോദ്യം എനിക്കറിയാം. കാൽസിനേഷൻ, അയിരിനെ വായുവിന്റെ സാന്നിധ്യമാണോ സാന്നിധ്യമാണോ അപ്പോഴേ സംശയം വരുള്ളൂ. പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും. ചോദ്യമൊക്കെ ആദ്യം വായിച്ചപ്പോഴൊക്കെ അല്ലേ എല്ലാവും ഒക്കെ അറിയണാണ്, എളുപ്പാട്ടോ. ഇങ്ങനെ എഴുതുമ്പോഴായിരിക്കും കാൽസിനേഷൻ വായുവിന്റെ സാന്നിധ്യമാണോ അസാന്നിധ്യമാണോ അല്ലെ. മറ്റേ സിനിമയിൽ ജഗദീഷ് വണ്ടിയുടെ നമ്പർ പറഞ്ഞ പോലെ അല്ലെ, ഫോൺ നമ്പറൊക്കെ പറഞ്ഞ പോലെ 2 3 4 5. അപ്പോൾ അതേപോലെ സാന്നിധ്യമാണോ അസാന്നിധ്യം. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? മക്കളെ? ഓർക്കേണ്ട കാര്യം റോസ്റ്റിംഗ് ആണ് വായുവിന്റെ സാന്നിധ്യം എന്ന് ഓർക്കാൻ ഒറ്റ കാര്യമുള്ളൂ. അപ്പൊ നമ്മള് വീട്ടില് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുക. ഇത് മുട്ട റോസ്റ്റ് കേട്ടില്ലേ, തിന്നിട്ടില്ലേ? ഓക്കെ, അല്ലെങ്കിൽ ഞണ്ട് റോസ്റ്റ്, അല്ലെങ്കിൽ ചെമ്മീൻ റോസ്റ്റ്, അല്ലെങ്കിൽ കൂന്തൽ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം. മുട്ട റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ പാത്രത്തിന്റെ മൂടി, അതിന്റെ അടപ്പ് തുറന്നിട്ട് ഇങ്ങനെ ഇളക്കൂലേ അല്ലെ? ഇളക്കിയില്ലെങ്കിൽ അടി പിടിക്കും, കരിഞ്ഞു പോകും അല്ലെ. അപ്പൊ മൂടി തുറന്ന് അടപ്പ് തുറന്ന് ഇളക്കുക എന്ന് പറയുമ്പോൾ വായുവുമായി സമ്പർക്കത്തിൽ വരില്ല മക്കളെ. അപ്പൊ വായുവിന്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുന്നതാണ് റോസ്റ്റിംഗ്. മനസ്സിലായോ? അപ്പൊ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇളക്കുമ്പോൾ വായുവുമായി സമ്പർക്കത്തിൽ വരും. അപ്പൊ റോസ്റ്റിങ്ങിലാണ് വായുവിന്റെ സാന്നിധ്യത്തിൽ ചൂടാക്കണം. ഇനി മാറിപ്പോരുത് കേട്ടോ. മുട്ട റോസ്റ്റ് ആലോചിക്കുക, ചട്ടിയിലിട്ട് ഇങ്ങനെ ഇളക്കണം ആലോചിക്കുക, വായുവിന്റെ സാന്നിധ്യം കേട്ടോ. ഓക്കെ, മാറിപ്പോരുത് മക്കളെ. അപ്പൊ റോസ്റ്റിംഗ് കാൽസിനേഷൻ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഇത്രയേ ഉള്ളൂ. നമ്മൾ റോസ്റ്റിങ്ങിൽ വായുവിന്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുകയാണ്. വായുവിന്റെ അസാന്നിധ്യം എന്ന് പറഞ്ഞാൽ എന്തായി? കാൽസിനേഷനായി. അടുത്ത ചോദ്യത്തിലേക്ക്. അലുമിനിയയിലേക്ക് ക്രയോലൈറ്റ് ചേർത്ത് വൈദ്യുത വിശ്ലേഷണം ചെയ്താണ് അലുമിനിയം നിർമ്മിക്കുന്നത്. മക്കളെ, അലുമിന എന്ന് പറഞ്ഞ സാധനം Al2O3 ആണ്. അഥവാ അലുമിനിയം ഓക്സൈഡിനെ വിളിക്കുന്ന പേരാണ് അലുമിന. അലുമിനിയം എന്ന ലോഹം, ഏത്? ഇരുമ്പ് പോലെയുള്ള അലുമിനിയം എന്ന ലോഹം, ആ അലുമിനിയം എന്ന ലോഹത്തിന്റെ ഓക്സൈഡ് ആണ് എന്ത്? അലുമിന. എവിടുന്നാണ് നമുക്ക് അലുമിന കിട്ടുക? അലുമിനിയം എന്ന ലോഹത്തിന്റെ അയിരായ ബോക്സൈറ്റ്, ആ ബോക്സൈറ്റിനെ ലീച്ചിങ് വഴി സാന്ദ്രീകരണം നടത്തും. സാന്ദ്രീകരണം നേരത്തെ പറഞ്ഞു, ഗ്യാങ്ങിനെ ഒഴിവാക്കുന്ന പ്രക്രിയയാണ് സാന്ദ്രീകരണം. അങ്ങനെ ബോക്സൈറ്റിനെ സാന്ദ്രീകരണം നടത്തിയാൽ കിട്ടുന്ന സാധനമാണ് അലുമിന അഥവാ അലുമിനിയം ഓക്സൈഡ്. ഈ അലുമിനയിലൂടെ വൈദ്യുതി കടത്തി വിട്ടിട്ടാണ് നമ്മൾ അതിൽ നിന്നും ഓക്സിജനെ ഒഴിവാക്കിയിട്ട് അലുമിനിയം നിർമ്മിക്കുക, അലുമിനിയം വേർതിരിച്ചെടുക്കുക. മക്കളെ, ഇങ്ങനെ ഒരു ഓക്സൈഡ് അയിരിൽ നിന്നും ഓക്സിജനെ ഒഴിവാക്കുന്ന പ്രക്രിയയല്ലേ നമ്മൾ എന്ത് വിളിക്കുക? നിരോക്സീകരണം എന്ന് വിളിക്കുന്ന മക്കളെ. നിരോക്സീകരണം. ആ നിരോക്സീകരണം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കുക? നിരോക്സികാരി എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? നിരോക്സികാരി എന്ന്. നിരോക്സീകരണം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളെയാണ് എന്ത് വിളിക്കുക? നിരോക്സികാരി. മക്കളെ, നമ്മള് നിരോക്സികാരികളായി 3 ആൾക്കാരാണ് ഉപയോഗിക്കാറുള്ളത്. ആരൊക്കെയാടാ? ഒന്നുകിൽ കോക്ക് അഥവാ കാർബൺ. എന്താണ്? കോക്ക് അഥവാ കാർബൺ. രണ്ടെന്താ മക്കളെ? കാർബൺ മോണോക്സൈഡ്. രണ്ടാമത് നിരോക്സികാരി ആരാ?
കാർബൺ മോണോക്സൈഡ്. 3 ഏതാ? ഏറ്റവും ശക്തിയേറിയ നിരോക്സീകാരിയായ വൈദ്യുതി. ഏറ്റവും ശക്തിയേറിയ വൈദ്യുതി. ഓക്കെ, അപ്പോ ഈ 3 നിരോക്സീകാരികളാണ് നമ്മൾ ഉപയോഗിക്കട്ട. കാർബൺ ഓർ കോക്ക്, കാർബൺ മോണോക്സൈഡ്, വൈദ്യുതി. ഓക്കെ മക്കളെ, അപ്പൊ ഇവിടെ നമ്മൾ അലുമിനയിലൂടെ വൈദ്യുതി കടത്തിവിടുകയാണ്. അതാണ് വൈദ്യുത വിശ്ലേഷണം എന്ന് പറഞ്ഞത്. അലുമിനയിലൂടെ എന്ത് കടത്തിവിടുകയാണ്? അലുമിനയിലൂടെ വൈദ്യുതി കടത്തിവിടുകയാണ്. അതിനെയാണ് നമ്മൾ വൈദ്യുത വിശ്ലേഷണം എന്ന് പറയാം. ഓക്കെ, അപ്പൊ അലുമിനയിലൂടെ വൈദ്യുതി കടത്തി വിട്ടോട്ടെ. എന്തിനാ? കാരണം വൈദ്യുതി എന്ന നിരോക്സീകാരി ഉപയോഗിച്ചുകൊണ്ട് അലുമിനിയം ഓക്സൈഡിൽ നിന്ന് അലുമിനിയത്തെ നമ്മൾ ഒഴിവാക്കുകയാണ്. ഓക്സിജൻ നമ്മൾ ഒഴിവാക്കുകയാണ്, അലുമിനിയം വേർതിരിച്ചെടുക്കുകയാണ്. അപ്പൊ ഇവിടെ ചോദ്യം എന്താ? എന്തിനാണ് നിങ്ങൾ അലുമിനയിലൂടെ കറണ്ട് കടത്തിവിടുമ്പോൾ, വൈദ്യുതി കടത്തിവിടുമ്പോൾ, അല്ലെങ്കിൽ അലുമിനിയ വൈദ്യുത വിശ്ലേഷണം നടത്തുമ്പോൾ അതിന്റെ കൂടെ നിങ്ങൾ എന്തിനാ മക്കളെ ക്രയോലൈറ്റ് എന്ന സാധനം ചേർക്കണം? എന്തിനാ? അലുമിനയിലേക്ക് അലുമിനയിൽ കൂടി വൈദ്യുതി കടത്തി വിട്ടാൽ പോരെ? അലുമിനിയെ ഒറ്റയ്ക്ക് വൈദ്യുത വിശ്ലേഷണം നടത്തിയാൽ പോരെ? എന്തിനാ പിന്നെ നിങ്ങൾ അതിലേക്ക് എന്ത് ചേർക്കുന്നത്? ക്രയോലൈറ്റ് ചേർക്കുന്നത് എന്നാണ് ചോദ്യം. നല്ലൊരു ചോദ്യമാണ്, നല്ലൊരു ഉത്തരവ് നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ? എന്താ ഉത്തരം മക്കളെ? 2 പോയിന്റ് ആണ്. 2 പോയിന്റ്. ഒന്ന്, അലുമിനയുടെ ദ്രവണാങ്കം വളരെ കൂടുതലാണ്. എന്താ മക്കളെ ദ്രവണാങ്കം? നേരത്തെ പറഞ്ഞു, ഒരു ഖരവസ്തു ഉരുകി ദ്രാവകമായി മാറുന്ന താപനിലയാണ് അതിന്റെ ദ്രവണാങ്കം. ആണോ അല്ലേ? ആണ്. അലുമിന അങ്ങനെ പെട്ടെന്ന് കുറഞ്ഞ താപനിലയൊന്നും ഉരുകണ ആളല്ല അല്ലെ? ഉരുകിയാലല്ലേ കറണ്ട് ഇവിടെ കടത്തിയിടാൻ പറ്റുള്ളൂ. അപ്പോ അലുമിനയുടെ ദ്രവണാങ്കം കുറക്കാൻ, അതേസമയം അലുമിനയിലൂടെ വേഗം കറണ്ട് കടത്തിവിടാൻ, കറണ്ടിനെ കടത്തിവിടാനുള്ള കഴിവിനെയാണ് വൈദ്യുത ചാലകത എന്ന് പറയാം. വൈദ്യുതിയെ വേഗം കടത്തിവിടുന്നതിന് എന്ത് വിളിക്കുക? വൈദ്യുത ചാലകത. ഈ വൈദ്യുത ചാലകത കൂടുകയും വേണം മക്കളെ. ഒന്ന് കുറക്കാനാണ്, ഒന്ന് കൂട്ടാനാണ്. എങ്ങനെ? അലുമിനയുടെ ദ്രവണാങ്കം കുറക്കാൻ, അലുമിന വേഗം ഉരുകാൻ. 2, ഇതിന്റെ വൈദ്യുത ചാലകത കൂട്ടാൻ. അപ്പൊ ഒന്ന് കുറക്കാൻ, ദ്രവണാങ്കം കുറക്കണം, വൈദ്യുത ചാലകത കൂട്ടണം. ഇതാണ് പോയിന്റ് കേട്ടോ. അലുമിനയുടെ ദ്രവണാങ്കം കുറക്കാനും വൈദ്യുത ചാലകത കൂട്ടാനും വേണ്ടിയാണ് അലുമിനയിലൂടെ കറണ്ട് കടത്തിവിടുമ്പോൾ, അഥവാ അലുമിനിയ വൈദ്യുത വിശ്ലേഷണം നടത്തുമ്പോൾ അതിന്റെ കൂടെ എന്ത് ചേർത്തത്? ക്രയോലൈറ്റ് ചേർത്തത്. അടുത്തത്, അലുമിനയിൽ അടങ്ങിയിരിക്കുന്ന അയോണുകളേവ. മക്കളെ, അലുമിന എന്താ സാധനം? Al2O3 അല്ല അലുമിന. ഇതിൽ ആരൊക്കെ ഉണ്ട്? Al ഉണ്ട്, അലുമിനിയം ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അലുമിനിയത്തിന്റെ ചാർജ് എത്രയാണ്? 3+. അലുമിനിയം ചാർജ് എത്രയാണ്? 3. ഇവിടെ ഇവരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ സംയോജകത എല്ലാം മാറ്റി താഴെ ഇടുക. ഓന്റെ ചുവട്ടിലുള്ള 3 ഇതാ മക്കളെ, ഓന്റെ ചുവട്ടിലുള്ള 3 ഇതെന്താ? ഇത് അലുമിനിയത്തിന്റെ സംയോജകതയാണ്. അലുമിനിയത്തിന്റെ ചുവട്ടിലുള്ള 2 ഇതാ മക്കളെ, ഈ 2 ഇത് ഓക്സിജന്റെ സംയോജകതയാണ്. എന്ന് പറഞ്ഞാൽ അലുമിനിയത്തിന്റെ ചാർജ് 3+ ആണ്, ഓക്സിജന്റെ ചാർജ് 2- ആണ്. അലുമിനിയത്തിന്റെ ചാർജ് 3+ ആണ്, ഓക്സിജന്റെ ചാർജ് 2- ആണ്. ഈ ചാർജിന്റെ ചിഹ്നം ഒഴിവാക്കിയാലാണ് സംയോജകത കിട്ടുക. അപ്പൊ അലുമിനിയം ഏതൊക്കെ? അലുമിന എന്ന് പറയുന്ന Al2O3 ഏതൊക്കെ അയോൺ മക്കളെ? Al3+ അയോണും O2- അയോണുമാണുള്ളത്. ഇത് നെഗറ്റീവ് ഇലക്ട്രോഡിൽ നടക്കുന്ന നിരോക്സീകരണ പ്രവർത്തനം. മക്കളെ, ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡ് ഉണ്ട്, നെഗറ്റീവ് ഇലക്ട്രോഡ് ഉണ്ട്. മക്കളെ, ഏതാണ് നെഗറ്റീവ് ഇലക്ട്രോഡ്? നെഗറ്റീവ് ഇലക്ട്രോഡ് ആണ് ഏത്? കാഥോഡ്. ഏതാണ്? കാഥോഡാണ് നെഗറ്റീവ് ഇലക്ട്രോഡ്. അപ്പൊ ചോദ്യം നേരെ അങ്ങോട്ട് കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ എന്ന് പറയാതെ ഇങ്ങോട്ട് എന്ത് ചെയ്തു? നെഗറ്റീവ് ഇലക്ട്രോഡിൽ നടക്കുന്ന നിരോക്സീകരണം. അപ്പൊ നിരോക്സീകരണം നടക്കാറുള്ളത് കാഥോഡാണ് അല്ലെ? നിരോക്സീകരണം നടക്കുന്ന എവിടെയാണ്? കാഥോഡ്. ആന ഓടുക എന്ന് ഞാൻ പലപ്പോഴും പല ക്ലാസ്സിലും പറയാറുണ്ട്. ആന ഓടുന്നു എന്ന് പറയുന്നതിലൂടെ 2-3 കാര്യങ്ങൾ നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് ഇങ്ങനെ വെക്കണം. ഇതറിയോ? ഒന്ന്, ആന എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയുള്ള ജീവിയാണ്. ആ ശക്തി എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മള്? ക്രിയാശീലം കൂടിയ ലോഹങ്ങളാണ് ആനോഡായി പ്രവർത്തിക്കുക. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ? എപ്പോഴും 2 ലോഹങ്ങൾ തന്നാല് ആരാ ആനോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയാശീലം കൂടിയ ആള്. 2, ആന ഓടുന്നു. ഓക്സീകരണം. ഓടുന്നു എന്നുള്ളതിന്റെ ഓക്സീകരണം എന്നുള്ളതിന്റെ അതെന്തിനാ എടുത്ത മക്കളെ? ആനോഡിൽ ഓക്സീകരണമാണ് നടക്കുക, ആനോഡിൽ നിരോക്സീകരണം എന്ന് പറയരുത്. അപ്പൊ ആന ഓടുന്നു എന്ന് പറയുന്നതിലൂടെ ആനോഡിൽ ഓക്സീകരണമാണെന്ന് കണക്ട് ചെയ്തൂടെ? ഇനി അടുത്ത സംശയം, ഓക്സീകരണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കലാണോ വാങ്ങലാണോ? അടുത്ത സംശയം വരും.
അപ്പോൾ ഓടല്ലേ ഓടല്ലേ നിങ്ങളിപ്പോൾ ഇരുന്ന് ഈ ക്ലാസ് കാണുന്ന ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്തു, അവിടെ ആ ചെയറുമായി നിങ്ങൾ കെട്ടിയിട്ടു. പെട്ടെന്നൊരു സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഓടാൻ പറ്റുമോ? ഇല്ല, നിങ്ങൾ കെട്ടയച്ചു വിടണം അല്ലേ? അപ്പൊ നിങ്ങളെ വിട്ടാലേ മക്കളെ നിങ്ങൾക്ക് ഓടാൻ പറ്റുള്ളൂ. അപ്പൊ ആന ഓടുന്നു എന്ന് പറയുന്നതിലൂടെ ഓക്സീകരണം എന്ന് പറഞ്ഞാൽ ഓടിപ്പോവലാണ്. ഓക്സീകരണം എന്താടാ? ഓടിപ്പോണെങ്കിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യണം? വിട്ടുകൊടുക്കണം. വിട്ടുകൊടുത്താൽ ഇലക്ട്രോൺ ഓടാൻ പറ്റുള്ളൂ. അപ്പൊ എന്തൊക്കെ കണക്ട് ചെയ്തു? ഒന്ന്, ക്രിയാശീലം കൂടിയ ലോഹമായിരിക്കും ആനോഡ്. ആന ഓടുന്നു എന്ന് പറയുന്നതിലൂടെ ആനോഡിൽ ഓക്സീകരണമാണ്. ഓക്സീകരണം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കലാണോ വാങ്ങലാണോ? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കലാണ്. അപ്പോഴല്ലേ ഓടുക. അപ്പൊ അതേപോലെ നേരെ ഓപ്പോസിറ്റ് പഠിക്കുക, കാഥോഡിൽ നിരോക്സീകരണം. മക്കളെ, കാഥോഡ് നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ പോസിറ്റീവായ Al3+ അയോൺ ഉണ്ട്, നെഗറ്റീവായ O2- അയോൺ ഉണ്ട്. ആരാ മക്കളെ ഇങ്ങോട്ട് വരിക? നെഗറ്റീവിലേക്ക് ആരാ വരിക മക്കളെ? വിപരീത ചാർജുള്ള പോസിറ്റീവ് ചാർജുള്ള Al3+ അയോണാ വരിക. ആരാ വരിക? Al3+ അയോൺ ആണ്. എന്റെ മക്കളെ Al3+ അയോൺ ഇങ്ങോട്ട് വന്ന് ഇത് പോസിറ്റീവ് ചാർജുള്ള അയോൺ ആണ്. കാഥോഡ് എന്താ? നെഗറ്റീവ് ആണ്. കാഥോഡിൽ എന്താ നടക്കുക? നിരോക്സീകരണം. ഇലക്ട്രോണിനെ വാങ്ങലാണ്. അലുമിനിയം ചാർജ് 3+ ആണ്. അപ്പൊ ഇവര് 3 ഇലക്ട്രോണിനെ വാങ്ങുക. 3+ ആവുമ്പോൾ എന്താ ചെയ്യുക? 3 ഇലക്ട്രോണിനെ വാങ്ങുക. അങ്ങനെ അവര് അലുമിനിയമായി മാറുന്നു. എന്തായി മാറുന്നു? അലുമിനിയമായി മാറുന്നു. മക്കളെ, എന്താണ് ഞാൻ ഇവിടെ 3 ഇലക്ട്രോൺ എഴുതിയത്? നിങ്ങൾ സാധാരണ Cu2+ എന്നൊക്കെ എഴുതുമ്പോൾ Cu2+ 2 ഇലക്ട്രോൺ എന്നല്ല എഴുതുക. എത്രയാണോ മക്കളെ ചാർജ് അത്രയും ഇലക്ട്രോണിനെ വാങ്ങുക. അലുമിനിയത്തിന്റെ ചാർജ് 3+ ആണെന്ന് പറഞ്ഞാൽ അവർക്ക് നിരോക്സീകരണം സംഭവിച്ചാൽ അവർ ഇലക്ട്രോൺ വാങ്ങുമ്പോൾ അവർ 3 ഇലക്ട്രോണിനെ വാങ്ങുക. അപ്പൊ Al3+ 3 ഇലക്ട്രോൺ ഗീവ്സ് Al. ഓക്കെ, എത്രയാണോ ചാർജ് അത്രയും ഇലക്ട്രോണിനെയാണ് അവർ വാങ്ങുക. അങ്ങനെ കാഥോഡ് നെഗറ്റീവായ കാഥോഡിലേക്ക് പോസിറ്റീവായ അലുമിനിയം അയോൺ പോയിട്ട് 3 ഇലക്ട്രോണിനെ വാങ്ങി അലുമിനിയം ലോഹമായിട്ട് വേർതിരിച്ച് കിട്ടും. മക്കളെ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ നെഗറ്റീവ് ഇലക്ട്രോണായ കാഥോഡിൽ നടന്ന നിരോക്സീകരണ പ്രവർത്തനത്തിന്റെ രാസസമവാക്യമാണ് നമ്മൾ എഴുതിയത്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. ബ്ലാസ്റ്റ് ഫർണസ് എന്ന സംവിധാനം ഉപയോഗിച്ചാണ് ഹേമറ്റൈറ്റിനെ അയൺ ആക്കി മാറ്റിയത്. ബ്ലാസ്റ്റ് ഫർണസ് എന്ന വലിയ ചൂള, വലിയ അടുപ്പ് കേട്ടോ. ആ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറഞ്ഞ വലിയ ചൂളയിലേക്ക് നമ്മൾ ഹേമറ്റൈറ്റ് എന്ന് പറയുന്ന ഇരുമ്പിന്റെ അയിരും കൊണ്ടേയിടും. അതിനൊപ്പം ചുണ്ണാമ്പ് കല്ല് അഥവാ കാൽസ്യം കാർബണേറ്റും കൊണ്ടേയിടും. അതിനൊപ്പം കാർബണിന്റെ രൂപമായ കോക്കും ഫർണസ് കൊണ്ടേയിടും. അല്ലേ? ഈ 3 സാധനങ്ങളല്ലേ മക്കളെ അയൺ ഉണ്ടാക്കാൻ? അയൺ ഇരുമ്പല്ലേ? ഇരുമ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇരുമ്പ് ഉണ്ടാക്കുന്ന വലിയ ഫർണസായ ചൂളയായ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഈ 3ഉം കൂടിയ മിശ്രിതമാണ് ചേർക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ മിശ്രിതത്തിന്റെ പേരാണെന്ത്? ചാർജ്. എന്താ പേര്? ചാർജ്. എന്താ ചാർജ്? ഹേമറ്റൈറ്റും കോക്കും ചുണ്ണാമ്പ് കല്ലും ചേർന്ന മിശ്രിതം. ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ചേർക്കുന്ന മിശ്രിതം. ഇരുമ്പ് വേർതിരിക്കുന്ന ചൂളയായ ഇരുമ്പിന്റെ അയിരിൽ നിന്നും ഇരുമ്പ് വേർതിരിക്കുന്ന ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ചേർക്കുന്ന ഈ 3ഉം കൂടിയ മിശ്രിതത്തിന്റെ പേരാണ് ചാർജ്. ഓക്കെ, അപ്പോ അങ്ങനെ ഹേമറ്റൈറ്റിനെ ബ്ലാസ്റ്റ് ഫർണസ് ഉപയോഗിച്ചാണ് അയൺ ഇരുമ്പാക്കി മാറ്റുന്നത്. ബ്ലാസ്റ്റ് ഫർണസിൽ നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്ന സംയുക്തം ഏതാണ്? ബ്ലാസ്റ്റ് ഫർണസിൽ നിരോക്സീകാരി. മക്കളെ, ബ്ലാസ്റ്റ് ഫർണസിൽ നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്ന, പരീക്ഷ ചോദിക്കുന്ന ചോദ്യം എപ്പോഴും എന്തിനാണ് ഈ ബ്ലാസ്റ്റ് ഫർണസ് നിങ്ങൾ ഹേമറ്റൈറ്റ് ചേർത്തതെന്ന് പരീക്ഷ ചോദിക്കൂല. കാരണം എന്താ? ഹേമറ്റൈറ്റ് നല്ല ചെങ്ങായിമാരെ അയണിനെ ഇരുമ്പിനെ വേർതിരിച്ചെടുക്കാനുള്ള ഇരുമ്പിന്റെ അയിരല്ലേ ഹേമറ്റൈറ്റ്. അപ്പൊ ഹേമറ്റൈറ്റ് നല്ല ഇരുമ്പ് കിട്ടുക. അപ്പൊ എന്തിനാ ഹേമറ്റൈറ്റ് ചേർത്ത് കൊണ്ട് ചോദിക്കാൻ പാടുണ്ടോ? ഇല്ല. ഓക്കെ, ദെൻ അടുത്തത്, എന്തിനാണ് നിങ്ങൾ ബ്ലാസ്റ്റ് ഫർണസിൽ കോക്ക് ചേർത്തത്? നമ്മൾ പറയുന്നു ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നമ്മൾ കോക്ക് ചേർത്തില്ലേ? ഈ കോക്ക് അഥവാ കാർബൺ ആണല്ലോ കോക്ക് എന്ന് പറഞ്ഞാല്. ബ്ലാസ്റ്റ് ഫർണസിലെ ഉയർന്ന താപനിലയിൽ ഈ കോക്ക് CO കാർബൺ മോണോക്സൈഡ് ആയി മാറുന്നു. എന്തായി മാറുന്നു മക്കളെ? കാർബൺ മോണോക്സൈഡ് ആയി മാറുന്നു. ഈ കാർബൺ മോണോക്സൈഡ് ആണ് എന്തായി പ്രവർത്തിക്കുക? നിരോക്സീകാരിയെ പ്രവർത്തിക്കുക. ഒരിക്കലും കൂടി പറയട്ടെ. ഹേമറ്റൈറ്റ് എന്ന് പറയുന്ന ഇരുമ്പിന്റെ അയിര്, ഹേമറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ Fe2O3 എന്ന് പറഞ്ഞ സാധനം മക്കളെ ഹേമറ്റൈറ്റ് അല്ലേ? ആണ്. ഈ ഹേമറ്റൈറ്റിനെ നിരോക്സീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞാണ്. നിരോക്സീകരണം എന്ന് പറഞ്ഞാല് ഒരു ഓക്സൈഡ് അയിരിൽ നിന്നും ഓക്സിജനെ ഒഴിവാക്കണം അല്ലെ? ഒരു ഓക്സൈഡ് അയിരിൽ നിന്നും ഓക്സിജനെ ഒഴിവാക്കണം. അപ്പൊ നമുക്ക് ആരെ മാത്രം കിട്ടും? നമുക്ക് ആവശ്യമുള്ള ലോഹത്തിന് വേർതിരിച്ച് കിട്ടും. അങ്ങനെ ഒരു ഓക്സൈഡ് അയിരിൽ നിന്നും എന്തിനു മക്കളെ ആരവിടെ? ഒരു ഓക്സൈഡ് അയിരിൽ നിന്നും ഓക്സിജനെ ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ്
നിരോക്സീകാരി എന്ന് വിളിക്കുക. അപ്പൊ ഹേമറ്റൈറ്റിനെ നിരോക്സീകരിക്കുന്ന ബ്ലാസ്റ്റ് ഫർണസിലുള്ള നിരോക്സീകാരി ഏതാടാ? കാർബൺ മോണോക്സൈഡ് ആട്ടോ. ചില ആൾക്കാർ മക്കളെ തെറ്റ് ചെയ്താറുണ്ടെന്ന് അറിയോ? സാറല്ല പറഞ്ഞേ കോക്ക് അഥവാ കാർബണും എന്താണ്? ഒന്നാമത്തെ നിരോക്സീകാരിയാണ്, 2 കാർബൺ മോണോക്സൈഡ് ആണ്, 3 വൈദ്യുതി എന്ന് സാറല്ല പറഞ്ഞേ. നമ്മൾ ഫർണസിൽ ചേർക്കുന്നത് കോക്കയല്ലേ? അപ്പൊ കോക്കയല്ലേ നിരോക്സീകാരി? അല്ല. ഇവിടെ നമ്മൾ കോക്ക് ഫർണസിലേക്ക് ചേർത്തത് കോക്ക് നേരിട്ട് നിരോക്സീകാരി പ്രവർത്തിക്കാൻ വേണ്ടിയല്ല, രണ്ടാമത്തെ നിരോക്സീകാരിയായ കാർബൺ മോണോക്സൈഡ് കിട്ടാൻ വേണ്ടിയാണ് ഫർണസിൽ എന്ത് ചേർത്തത്? കോക്ക് ചേർത്തത്. അല്ലാതെ ഫർണസിൽ കോക്ക് ചേർത്ത് എഴുതിയിട്ട് ആ കോക്കാണ് നിരോക്സീകാരി എന്ന് എഴുതി വെക്കാൻ പാടില്ല. ഓക്കെ. ദെൻ അപ്പൊ മക്കളെ ഹേമറ്റൈറ്റ് ഇത് സാധനം, ഹേമറ്റൈറ്റ് കാർബൺ മോണോക്സൈഡുമായി പ്രവർത്തിച്ചിട്ടോ, എന്നിട്ട് ഓക്സിജൻ പുറത്താക്കി. അപ്പൊ ആരൊറ്റക്കായടാ? Fe ഒറ്റക്കായി പ്ലസ് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന രണ്ടാമത്തെ ഉൽപ്പന്നം ഉണ്ടാവും. ഓക്കെ. ബ്ലാസ്റ്റ് ഫർണസിൽ നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്ന ആരാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. ചുവടെ നൽകിയിരിക്കുന്ന സമവാക്യങ്ങൾ പൂർത്തിയാക്കുക. കാൽസ്യം കാർബണേറ്റ്, ഇതാ ചുണ്ണാമ്പു കല്ല് കാൽസ്യം കാർബണേറ്റ് ഇട്ടോ. ഫർണസിന്റെ കാര്യമില്ലേ പറഞ്ഞ മക്കളെ? ഫർണസിലേക്ക് നിങ്ങൾ ചേർത്ത ചുണ്ണാമ്പു കല്ലില്ലേ, ഹേമറ്റൈറ്റും കോക്കും ചുണ്ണാമ്പു കല്ലും അല്ലേ ഫർണസിലേക്ക് ചേർത്തത്? ആ ചുണ്ണാമ്പു കല്ല് ഫർണസിലെ ഉയർന്ന ചൂട് കാരണം, ഫർണസിലെ ഉയർന്ന താപനില കാരണം ചുണ്ണാമ്പ് കല്ല് വിഘടിക്കപ്പെട്ട് എന്തോ ഒരു സാധനം പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. എടാ ചുണ്ണാമ്പ് കല്ല് അഥവാ കാൽസ്യം കാർബണേറ്റ് ഫർണസിലെ ഉയർന്ന താപനിലയിൽ വിഘടിച്ചാൽ ഉണ്ടാകുന്ന ഉൽപ്പന്നമാണ് CaO. എന്താ മക്കൾ ഇത് വായിക്കുക? Ca എന്ന് പറഞ്ഞ കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ് ഉണ്ടായി. എടാ എന്തിനാണ് നമ്മൾ ചുണ്ണാമ്പ് കല്ല് ചേർത്തത്? ഫർണസിലേക്ക് നമ്മൾ ചുണ്ണാമ്പ് കല്ല് ചേർത്ത് എന്തിനാ? ചുണ്ണാമ്പ് കല്ല് വിഘടിച്ച് എന്തുണ്ടായി? അതിൽ നിന്ന് കാൽസ്യം ഓക്സൈഡ് ഉണ്ടായി. എന്തുണ്ടായി? കാൽസ്യം ഓക്സൈഡ് ഉണ്ടായി. ഈ കാൽസ്യം ഓക്സൈഡ് ആണ് എന്തായി പ്രവർത്തിക്കുന്നത്? ഫ്ലെക്സ് ആയി പ്രവർത്തിക്കുന്നത്. എന്തായി പ്രവർത്തിക്കുന്നത് മക്കളെ? ഫ്ലെക്സ്. അപ്പൊ ചോദിക്കാം എന്താ സാർ ഫ്ലെക്സ്? ഫ്ലെക്സ് എന്ന് പറഞ്ഞാല് ഒരു അയിരിൽ നിന്നും നമ്മൾ ലോഹത്തെ വേർതിരിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ആ അയിരിനെ സാന്ദ്രണമൊക്കെ ആദ്യം നടത്തിയിട്ടുണ്ട്. സാന്ദ്രണം എന്ന് പറഞ്ഞാൽ അയിരിൽ നിന്നും ഗ്യാങ്ങിനെ ഒഴിവാക്കുന്ന പ്രക്രിയയല്ലേ, അതൊക്കെ എന്നാലും ആ അയിരിൽ കുറച്ചൊക്കെ എന്തുണ്ടാവും? മാലിന്യങ്ങൾ, അതില് ഗ്യാങ് അതിൽ എന്തുണ്ടാവും മക്കളെ? അതില് ബാക്കി ഉണ്ടാവും. അപ്പോ ഈ നിർമ്മാണ വേളയിൽ, ലോഹത്തിന്റെ നിർമ്മാണ വേളയിൽ ആ അയിരിൽ ബാക്കിയുള്ള ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥത്തെ വിളിക്കുന്ന പേരാണ് ഫ്ലെക്സ്. അപ്പൊ എന്തിനാ ഫ്ലെക്സ് ഉപയോഗിക്കണം മക്കളെ? ഗ്യാങ്ങിനെ ഒഴിവാക്കാൻ. ഗ്യാങ്ങിനെ ഒഴിവാക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഫ്ലെക്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോ ഇവിടെ ചുണ്ണാമ്പ് കല്ല് കാൽസ്യം കാർബണേറ്റ് വിഘടിക്കപ്പെട്ടാണ് ഫ്ലെക്സ് ആയി എന്തുണ്ടായത്? കാൽസ്യം ഓക്സൈഡ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചോദിക്കും, എന്തിനാ മക്കളെ ഫർണസ്ക്ക് നിങ്ങൾ ചുണ്ണാമ്പ് കല്ല് ചേർത്തത്? ഉത്തരം എന്താണ്? ഫ്ലെക്സ് ആയ കാൽസ്യം ഓക്സൈഡ് ഉണ്ടാവാൻ. ഫ്ലെക്സ് ആയ കാൽസ്യം ഓക്സൈഡ് ഉണ്ടാവാൻ വേണ്ടിയാണ് ഫർണസ് എന്ത് ചേർത്ത്? നിങ്ങൾ ചുണ്ണാമ്പ് കല്ല് ചേർത്ത് കേട്ടോ. മക്കളെ ഈ പറഞ്ഞ ഫ്ലെക്സ് ഇതാ കാൽസ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞ ഫ്ലെക്സ് ഇതല്ലേ ഇവിടെ കിട്ടിയ ഏതല്ലേ? ആണ് എടുത്ത് എഴുതിട്ടാ, ഈ CaO ആണിത്. ആ ഫ്ലെക്സും SiO2 മക്കളെ സിലിക്ക, SiO2 ആണ് എന്ത്? സിലിക്ക. ഇതാണ് ഇവിടെയുള്ള ഗ്യാങ്, ഹേമറ്റൈറ്റിലുള്ള ഗ്യാങ് ഏതാടാ? സിലിക്ക, SiO2. ഫ്ലെക്സും ഗ്യാങ്ങും കൂടി പ്രവർത്തിച്ചാൽ, ഫ്ലെക്സും ഗ്യാങ്ങും കൂടി പ്രവർത്തിച്ചാലാണ് എന്തുണ്ടാവും മക്കളെ? സ്ലാഗ് ഉണ്ടാവുക. എന്തുണ്ടാവുക? സ്ലാഗ് ഉണ്ടാവും. അപ്പൊ ഇവിടെ ബി ചോദിച്ചിരിക്കണേ. ബി എന്താ? അതായത് ഫ്ലെക്സിലെ Ca, ഇവിടെ Ca ഇല്ലടാ, Ca. ഇവിടെ Si ഇല്ലേ, Si. ഇവിടെ ആരുണ്ട്? ഇവിടെ O2 ഉണ്ട്, ഇവിടെ ഒരു O ഉണ്ട്. അപ്പൊ 3 O ആയില്ലേ? CaSiO3. ഇതെന്താ വായിക്കുക? കാൽസ്യം സിലിക്കേറ്റ്. CaSiO3 എന്താ വായിക്കുക? കാൽസ്യം സിലിക്കേറ്റ്. ഓക്കെ മക്കളെ, അപ്പൊ കാൽസ്യം സിലിക്കേറ്റ് എന്ന സ്ലാഗ് ഉണ്ടാകുന്നു. എങ്ങനെ? ഫ്ലെക്സ് ആയ കാൽസ്യം ഓക്സൈഡും ഗ്യാങ് ആയ സിലിക്കയും കൂടി ചേർന്ന് ഉണ്ടാകുന്ന പദാർത്ഥമാണ് എന്ത്? സ്ലാഗ് എന്ന് പറയുന്ന, കാൽസ്യം സിലിക്കേറ്റ് എന്ന് പറഞ്ഞ പദാർത്ഥം. മക്കളെ ഇവിടെ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ. അതായത് ഫ്ലെക്സ് തിരഞ്ഞെടുക്കുമ്പോൾ, എങ്ങനെ ഫ്ലെക്സ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഫ്ലെക്സ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എന്തിനാ മക്കളെ ഫ്ലെക്സ് ഉപയോഗിക്കുന്നത്? ഫ്ലെക്സ് എന്തിനാ ഉപയോഗിക്കുന്നത്? അയിരിൽ നിന്നും ഗ്യാങ്ങിനെ ഒഴിവാക്കാൻ. ഗ്യാങ്ങിനെ ഒഴിവാക്കാൻ വേണ്ടി ഏതെങ്കിലും ഫ്ലെക്സ് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റൂല. എന്താണ് കണ്ടീഷൻ? അതായത് ഗ്യാങ്ങിന് ഇവിടെ ഇപ്പോ സിലിക്ക എന്ന് പറയുന്ന ഗ്യാങ്ങിലെ മക്കളെ അതിന് അസിഡിക് സ്വഭാവമാണ്. എന്റെ സ്വഭാവമാണ്? അസിഡിക് സ്വഭാവമാണ്. അപ്പോ അസിഡിക് സ്വഭാവമുള്ള ഗ്യാങ്ങിനെ ഒഴിവാക്കാൻ ബേസിക സ്വഭാവമുള്ള ഫ്ലെക്സ് ആയ കാൽസ്യം ഓക്സൈഡ് ഉപയോഗിക്കണം. അതാണ് കണ്ടീഷൻ. എന്താ കണ്ടീഷൻ മക്കളെ? അതായത് ഗ്യാങ്ങിന് അസിഡിക് സ്വഭാവമാണെങ്കിൽ അതിൽ നിന്ന്
പിന്നെ ഗ്യാങ്ങിന് അസിഡിക് സ്വഭാവമാണെങ്കിൽ ആ ഗ്യാങ്ങിനെ ഒഴിവാക്കാൻ ബേസിക് സ്വഭാവം, അതിന്റെ ഓപ്പോസിറ്റ് കേട്ടോ, ബേസിക് സ്വഭാവമുള്ള ഫ്ലക്സ് ഉപയോഗിക്കേണ്ടത്. നേരെ തിരിച്ചു മക്കളെ വേറെ കേട്ടോ. അതായത് ഇനി ഗ്യാങ്ങിന് ബേസിക് സ്വഭാവമാണെങ്കിലോ, അപ്പൊ നമ്മൾ അസിഡിക് സ്വഭാവമുള്ള ഫ്ലക്സ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണം, നിങ്ങൾ ഈ ചാപ്റ്റർ തന്നെ അലുമിനിയത്തിന്റെ നിർമ്മാണത്തിന് തൊട്ട് മുമ്പ് കോപ്പറിന്റെ നിർമ്മാണം പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പറയുന്നുണ്ട് കോപ്പറിന്റെ അയിരിൽ അടങ്ങിയിരിക്കുന്ന ഗ്യാങ് ആണ് എന്ത്, അയേൺ ഓക്സൈഡ്. എന്താ മക്കളെ, ഈ അയേൺ ഓക്സൈഡ് എന്ന ഗ്യാങ്ങിന് ബേസിക് സ്വഭാവമാണ്. അയേൺ ഓക്സൈഡ് എന്ന ഗ്യാങ്ങിന് എന്താടാ, ബേസിക് സ്വഭാവമാണ്. അപ്പൊ ബേസിക് സ്വഭാവമുള്ള അയേൺ ഓക്സൈഡ് എന്ന ഗ്യാങ്ങിനെ അവിടെ ഒഴിവാക്കാൻ അസിഡിക് സ്വഭാവമുള്ള ഫ്ലക്സ് ആയ സിലിക്കൺ ഡൈ ഓക്സൈഡ്, സിലിക്കയാണ് ഉപയോഗിക്കുന്നത്. മക്കളെ ശ്രദ്ധിക്കണേ, സിലിക്കക്ക് ഡബിൾ റോൾ. സിലിക്കക്ക് ഡബിൾ റോൾ എങ്ങനെയാടാ, അതായത് ഇരുമ്പിന്റെ നിർമ്മാണത്തിൽ ഹേമറ്റൈറ്റിൽ അടങ്ങിയിരിക്കുന്ന ഗ്യാങ് ആണ് സിലിക്ക. അതേ സിലിക്ക അല്ലെ, ഒരു പടത്തിൽ നായകന്റെ വേഷവും അപ്പുറത്ത് വില്ലന്റെ വേഷവും പറഞ്ഞ മാതിരി അല്ലെ, ഇവിടെ ആവശ്യമില്ലാത്ത ഗ്യാങ് ആണ് സിലിക്ക. കോപ്പറിന്റെ നിർമ്മാണത്തിൽ ആവശ്യമില്ലാത്ത ഗ്യാങ് ആയ അയൺ ഓക്സൈഡിനെ ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന ഫ്ലക്സ് ആണ് സിലിക്ക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫ്ലക്സ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കണ്ടീഷൻ ഓർക്കണം കേട്ടോ. ഇവിടെ എയുടെ ധർമ്മം, എ ആരടാ, കാൽസ്യം ഓക്സൈഡ്. ഓൾറെഡി ഞാൻ പറഞ്ഞു കാൽസ്യം ഓക്സൈഡ് ആണ് ഫ്ലക്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അടുത്ത ചോദ്യം, സിങ്കിന്റെ അയിരുകളാണ് കലാമിൻ, സിങ്ക് ബ്ലെൻഡ് എന്നിവ. സിങ്കിന്റെ അയിര് ഏതൊക്കെയാടാ, കലാമിനും സിങ്ക് ബ്ലെൻഡും. മക്കളെ ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്, കലാമിനും സിങ്ക് ബ്ലെൻഡ് ഒക്കെ പറഞ്ഞാണ്. കലാമിൻ അഥവാ സിങ്ക് കാർബണേറ്റ് അയിരാണ് കലാമിൻ. സിങ്ക് സൾഫൈഡ് അയിരാണ് സിങ്ക് ബ്ലെൻഡ്. ഇവയിൽ ഏതിനെയാണ് കാൽസിനേഷൻ വഴി സിങ്ക് ഓക്സൈഡ് ആക്കുക? മക്കളെ കാൽസിനേഷൻ, വായുവിന്റെ അസാന്നിധ്യത്തിൽ കാർബണേറ്റ് അയിരുകളെ കാൽസിനേഷൻ വഴി ഓക്സൈഡ് ആക്കും. നമുക്ക് ഒരു വെച്ച് കണക്ഷനാണ്. എങ്ങനെ, കാർബണേറ്റ് അയിരുകളെ കാൽസിനേഷൻ വഴി, കാർബണേറ്റ് അയിരുകളെ. അപ്പോ കലാമിൻ, അവിടെ ആകെ കാലേ, കലാമിൻ എന്ന കാർബണേറ്റ് അയിരിനെ കാൽസിനേഷൻ വഴിയാണ് ഓക്സൈഡ് ആക്കുക. നേരെ തിരിച്ച് എങ്ങനെടാ, സിങ്ക് ബ്ലെൻഡ് എന്ന സൾഫൈഡ് അയിരിനെ റോസ്റ്റിംഗ് വഴിയാണ് ഓക്സൈഡ് ആക്കി മാറ്റുക. ഓക്കെ, അപ്പൊ ഇവിടെ കാൽസിനേഷൻ, കലാമിൻ. ഓക്കെ, ഈ പ്രക്രിയയുടെ സമവാക്യം, അതായത് കലാമിനെ കാൽസിനേഷൻ നടത്തുന്ന സമവാക്യമാണ്. ഓൾറെഡി നമ്മൾ നേരത്തെ എഴുതിയാടാ. എവിടെ എഴുതിയിട്ടില്ലേ? ഉണ്ടല്ലോ, ഉണ്ട്. എവിടെ എഴുതിയത്? കലാമിൻ ZnCO3. കലാമിനെ ചൂടാക്കി, കാൽസിനേഷൻ ആണ്. അപ്പൊ വായുവിന്റെ അസാന്നിധ്യല്ലേ, ZnCO3 പ്ലസ് താപം ഗീവ്സ്, അങ്ങനെ സിങ്ക് ഓക്സൈഡ് ആയി. കാൽസിനേഷൻ നടന്ന് സിങ്ക് ഓക്സൈഡ് ആയി പ്ലസ് CO2. ഇതിനാണ് സമവാക്യം കേട്ടോ. ഈ സിങ്ക് ബ്ലെൻഡിന് റോസ്റ്റിംഗ് നടത്തുന്നതാണെങ്കിൽ ഇതാണ് സിങ്ക് ബ്ലെൻഡിന് റോസ്റ്റിംഗ് ആണ്. സിങ്ക് ബ്ലെൻഡ് ZnS, റോസ്റ്റിംഗ്, വായുവിന്റെ സാന്നിധ്യം, അങ്ങനെ സിങ്ക് ഓക്സൈഡ് ആയി മാറി. ഓക്കെ, ദെൻ അടുത്തത് ഈ പ്രക്രിയയുടെ സമവാക്യം പറഞ്ഞിട്ടോ. ZnCO3 കാൽസിനേഷൻ ആണ്, സോ പ്ലസ് O2 ഉണ്ടാവില്ല, താപം ഗീവ്സ്, അങ്ങനെ ZnO ഉണ്ടായി പ്ലസ് CO2. ദെൻ അടുത്ത ചോദ്യം, അലുമിനിയം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സീകരണ. മക്കളെ ഓൾറെഡി പറഞ്ഞു, അലുമിനിയം എങ്ങനെ നിർമ്മിക്കണം നമ്മള്? അലുമിനയെ വൈദ്യുത വിശ്ലേഷണം നടത്തിയിട്ടാണ്. മക്കളെ വൈദ്യുത വിശ്ലേഷണം എന്ന് പറഞ്ഞാൽ വൈദ്യുതി കടത്തിവിടില്ലേ, അവിടെ വൈദ്യുതിയാണ് എന്തായി പ്രവർത്തിച്ചത്? നിരോക്സീകാരിയായി പ്രവർത്തിച്ചപ്പോൾ അലുമിനിയം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സീകാരി ഏതാടാ? വൈദ്യുതി. അതേസമയം ഹേമറ്റൈറ്റിന് നിരോക്സീകരിക്കാൻ ഉപയോഗിച്ചത് ആരാണ്? കാർബൺ മോണോക്സൈഡ്. അപ്പൊ ഇങ്ങോട്ട് ചോദിക്കും മക്കളെ, എന്തുകൊണ്ടാണ് അലുമിനയെ അല്ലെങ്കിൽ അലുമിനിയം ഉൽപ്പാദിപ്പിക്കാൻ കാർബൺ മോണോക്സൈഡ് നിരോക്സീകാരിയെ ഉപയോഗിക്കാത്തത്? എന്താ നിങ്ങൾ പറയാ കാരണം? അലുമിനിയം ഉൽപ്പാദിപ്പിക്കാൻ നിരോക്സീകാരി വൈദ്യുതിയാണ്. എന്നാൽ എന്തുകൊണ്ട് അലുമിനിയം നിർമ്മിക്കാൻ ഹേമറ്റൈറ്റ് ഇരുമ്പിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ച നിരോക്സീകാരിയായ കാർബൺ മോണോക്സൈഡ് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? എന്താണ് പറഞ്ഞു? എടാ, ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ, ക്രിയാശീല ശ്രേണിയിലെ ആദ്യത്തെ 5 ആളുകൾ അല്ലെ, ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ, അവയെ നിരോക്സീകരണം നടത്താൻ ഏറ്റവും ശക്തി കൂടിയ വൈദ്യുതി തന്നെ ഉപയോഗിക്കണം. എന്നാൽ അതിൽ പെട്ടതല്ല ഇരുമ്പ്. ഇരുമ്പ് കുറെ താഴെയല്ലേ വരുന്നത്, ക്രിയാശീലം കുറഞ്ഞ ആളാണ് ഇരുമ്പൊക്കെ കേട്ടോ. അപ്പൊ ക്രിയാശീലം കൂടിയ ലോഹമാണ് അലുമിനിയം. അതുകൊണ്ട് അലുമിനിയത്തെ നിരോക്സീകരണം നടത്താൻ വൈദ്യുതി തന്നെ ഉപയോഗിക്കണം. ഓക്കെ, ദെൻ അലുമിനിയം ഉൽപാദന സമയത്ത് അലുമിനയിലേക്ക് ക്രയോലൈറ്റ് ചേർക്കുന്ന എന്തിനു? ഓൾറെഡി നമ്മൾ പറഞ്ഞു, 2 ആവശ്യങ്ങൾ. ഒന്ന്, അലുമിനയുടെ ദ്രവണാങ്കം കുറക്കാൻ. മറ്റേ കൂട്ടാൻ, എന്ത് കൂട്ടാനടാ? അലുമിനയുടെ വൈദ്യുത ചാലകത കൂട്ടാൻ. ഓൾറെഡി പറഞ്ഞാണ് കേട്ടോ. ഇതിനടുത്ത ചോദ്യത്തിലേക്ക്, ഇരുമ്പ് വളരെ ഉപയോഗപ്രദമായ ഒരു ലോഹമാണ്, ശരിയാണ്.
ഇരുമ്പയിരിനൊപ്പം അഥവാ ഹേമറ്റൈറ്റ് ഇട്ടാ ഇരുമ്പയിര് എന്ന് പറഞ്ഞാൽ ഹേമറ്റൈറ്റ് ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ചുണ്ണാമ്പ് കല്ല് ചേർക്കുന്ന എന്തിനാണ് പറഞ്ഞു മക്കളെ? ചുണ്ണാമ്പ് കല്ല് ബ്ലാസ്റ്റ് ഫർണസിലെ ഉയർന്ന താപനിലയിൽ അത് വിഘടിക്കപ്പെട്ട് കാൽസ്യം ഓക്സൈഡ് എന്ന ഫ്ലക്സ് ആയി മാറുന്നു. അപ്പോൾ കാൽസ്യം ഓക്സൈഡ് എന്ന ഫ്ലക്സ് നിർമ്മിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് എന്ത് ചേർത്തത്? ചുണ്ണാമ്പ് കല്ല് ചേർത്തത് കേട്ടോ. ഇരുമ്പയിര് നിരോക്സീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന പദാർത്ഥം മക്കളെ നിരോക്സീകാരി ആധാരടാ കാർബൺ മോണോക്സൈഡ്. ഏതാണ് നിരോക്സികാരി? ഏതാണ് കാർബൺ മോണോക്സൈഡ്. നിരോക്സികാരിയായ കാർബൺ മോണോക്സൈഡ് കിട്ടാൻ വേണ്ടിയാണ് ഫർണസിൽ എന്ത് ചേർത്തത്? കോക്ക് ചേർത്തത്. അല്ലാതെ കോക്ക് അവിടെ എന്തല്ല നിരോക്സികാരി അല്ല കേട്ടോ. നിരോക്സികാരിയായി പ്രവർത്തിക്കുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ് കിട്ടാൻ വേണ്ടിയാണ് ഫർണസിൽ എന്ത് ചേർത്തത്? കോക്ക് ചേർത്തത്. ബ്ലാസ്റ്റ് ഫർണസിന് ലഭിക്കുന്ന ഇരുമ്പിന്റെ പേര് എഴുതുക മക്കളെ. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന ഇരുമ്പ് ഉരുകിയ രൂപത്തിൽ ഇരുമ്പാവും അല്ലെ? ഞങ്ങൾ ആലോചിച്ചു ഇരുമ്പ് ഉരുക എന്ന് പറയുമ്പോൾ ഇരുമ്പ് ഉരുക എത്ര ചൂടാക്കണ്ടില്ലേ? അപ്പൊ ബ്ലാസ്റ്റ് ഫർണസിൽ അത്രയും ഉയർന്ന ചൂടാ 3000 ചില്ലാൻ ഡിഗ്രി സെൽഷ്യസാ. വെള്ളം തിളക്കാൻ ആകെ 100 ഡിഗ്രി സെൽഷ്യസ് മതി അല്ലെ? അപ്പോ അത്രയും ഉയർന്ന താപനിലയിലാണ് നമുക്ക് ഹേമറ്റൈറ്റ് നിന്ന് ഇരുമ്പുണ്ട് ഈ ബ്ലാസ്റ്റ് ഫർണസ് നിന്ന് ഇരുമ്പാണ് വേർതിരിച്ച് കിട്ടുന്നത്. അപ്പോൾ ഉരുകിയ രൂപത്തിന്റെ ഇരുമ്പ് ഇങ്ങനെ വെള്ളം പോലെയാണ് താപനിലകളൊന്നും ആലോചിക്കണട്ടെ. ഇരുമ്പ് ഇങ്ങനെ വെള്ളം പോലെ ഉരുകിയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ അത്രയും ഉയർന്ന താപനിലയിൽ ഇരുമ്പ് കിട്ടുകയാണ്. അങ്ങനെ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന ഇരുമ്പിന്റെ പേരെന്താ? അതാണ് എന്ത് മക്കളെ? പിഗ് അയേൺ. ഈ പിഗ് അയേണിൽ നിന്നും കുറെ ആവശ്യമില്ലാത്ത മാലിന്യങ്ങളൊക്കെ ഒഴിവാക്കി അതിലുള്ള കാർബണിന്റെ അളവൊക്കെ കുറച്ചാൽ കിട്ടുന്ന നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിലേക്ക് മാറ്റാൻ പറ്റുന്ന ഇരുമ്പാണ് കാസ്റ്റ് അയേൺ അല്ലെ? കാസ്റ്റ് അയേൺ ഏറ്റവും ശുദ്ധമായ പിന്നെ ഇരുമ്പിനെയാണ് നമ്മൾ റോട്ട് അയേൺ എന്നൊക്കെ വിളിക്കാറുള്ളത് കേട്ടോ. ഇതിനടുത്തത് ബ്ലാസ്റ്റ് പറഞ്ഞു. അടുത്ത ചോദ്യത്തിൽ കിടക്കണം മക്കളെ. താഴെ പറയുന്ന ഓരോ സാഹചര്യത്തിലും അയിര് സാന്ദ്രണം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന രീതി ഏതാണ്? ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ചോദ്യം ചേരുംപടി ചേർക്കുക അതേ ചോദ്യം മക്കളെ. എങ്ങനെ? അയിരിന്റെ സാന്ദ്രത കൂടുതൽ. സാന്ദ്രത മീൻസ് കനം. അപ്പൊ താന്ന് കിടക്കും അയിര്. ആര് പൊങ്ങിക്കിടക്കും? ഗ്യാങ് പൊങ്ങിക്കിടക്കും. വെള്ളത്തിന്റെ ഒപ്പം ഒലിച്ചാണ്ട് പോയിക്കോട്ടെ അല്ലെ? അപ്പോ ഏതാ? വൈദ്യുത എന്താണ് പറയാ നമ്മള്? ജലപ്രവാഹത്തിൽ കഴുകൽ. ഏതാണ്? ജലപ്രവാഹത്തിൽ കഴുകൽ. അയിരിന്റെ സാന്ദ്രത നേരെ ഓപ്പോസിറ്റ്. ഏതാടാ? പ്ലവന പ്രക്രിയ ട്ടാ. ഓക്കെ, ഇത് നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകണം മക്കളെ. ഇനിയും ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ടല്ലോ ഉപകാരം ഉണ്ടായിക്കണമെങ്കിൽ, വല്ലതും മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിച്ച് ഒന്നും കൂടി എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഓർമ്മയിൽ നിർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ബാക്കിയുള്ള കൂട്ടുകാർക്ക് ഈ ക്ലാസ്സിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് ഇനിയും ഒരുപാട് ഈ ചാപ്റ്ററിലെ പല വേറെയും ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പ്രയാസമുള്ള പാഠഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. പല വിഷയങ്ങളും നമുക്ക് കൃത്യമായി പഠിക്കാനുണ്ട്. പുതിയ സിലബസ് ആണ്. അതൊക്കെ നന്നായിട്ട് പഠിച്ച് ഒരു പ്രയാസവും ഇല്ലാതെ പോയിട്ട് പരീക്ഷയെ കൂളായിട്ട് നേരിടാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ചോദ്യം. ലോഹസങ്കരങ്ങൾ എന്നാൽ എന്ത്? എന്താണ് ലോഹസങ്കരം? രണ്ടോ അതിലധികമോ, മിനിമം രണ്ടെങ്കിലും കേട്ടോ, രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ മിശ്രിതമാണെന്ത്? ലോഹ സങ്കരം എന്ന് പറഞ്ഞു കേട്ടോ. എങ്ങനെ? രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ മിശ്രിതമാണ് ലോഹസങ്കരം. അടുത്തത് ലോഹസങ്കരമായ സ്റ്റെയിൻലെസ് സ്റ്റീൽ. മക്കളെ നിങ്ങൾ 3 സ്റ്റീൽ പഠിക്കുന്നുണ്ട് കേട്ടോ. അതായത് അലോയ് സ്റ്റീലുകൾ, 3 അലോയ് സ്റ്റീലുകൾ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? സങ്കര സ്റ്റീലുകൾ നിങ്ങൾ 3 പഠിക്കുന്നുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീല്, മാംഗനീസ് സ്റ്റീല്, സിലിക്കൺ സ്റ്റീല്. അതിലിവിടെ ചോദിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലെ ഘടകങ്ങളാണ്. ഏതാടാ? സ്റ്റെയിൻലെസ് സ്റ്റീലിലെ ഘടകങ്ങളാണ് ചോദിക്കുന്നത്. ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും പറയുന്ന കോഡാണ്. ഇപ്പോൾ നിക്കറുകൾ ഉണ്ടാക്കുന്നത് തുരുമ്പ് പിടിക്കാത്ത സ്റ്റീൽ കൊണ്ടാണ് ഇപ്പോൾ നിക്കറുകൾ ഉണ്ടാക്കുന്നത്. ഇത്തരം നിക്കറുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നിക്കർ ആരെങ്കിലും ബ്ലേഡ് കൊണ്ടോ മറ്റു ഉപകരണങ്ങൾ കൊണ്ടോ ഇത് കേടുവരുത്താൻ, നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇത്തരം നിക്കറുകൾ അതിനെ പ്രതിരോധിക്കുന്നു. ആ നിക്കറുകൾക്ക് യാതൊരു കേടും വരൂല. എന്താ ഈ നിക്കറിന്റെ വർത്താനൊക്കെ പറഞ്ഞ്? തുരുമ്പിടിക്കാത്ത നിക്കറോ? എടാ, സ്റ്റെയിൻലെസ് എന്ന വാക്കിന് അർത്ഥം എന്താ? തുരുമ്പിടിക്കാത്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ എന്തിനാ അവിടെ ഈ നിക്കറും ഈ ബ്ലേഡും കൊണ്ടും മറ്റോണ്ടൊക്കെ കേടുവരുത്തിയാലും ഇത് കേടുവരില്ല എന്ന് പറയാൻ കാരണം, അതായത് ഒരു സ്റ്റീലിലെ ഏത് സ്റ്റീലിലെ ഘടകം ചോദിച്ചാലും എല്ലാ സ്റ്റീലിലും മിനിമം 3 ഘടകമൂലകങ്ങൾ ഉണ്ട് കേട്ടോ. അതില് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിക്കോട്ടെ, മാംഗനീസ് സ്റ്റീൽ ആയിക്കോട്ടെ, സിലിക്കൺ സ്റ്റീൽ ആയിക്കോട്ടെ, ഈ 3 സ്റ്റീൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം. അതിൽ 1 അയൺ ഇരുമ്പുണ്ട്, 2 കാർബൺ. മക്കളെ എല്ലാ സ്റ്റീലിലും എന്തുണ്ടടാ? ഇരുമ്പുണ്ട്, അയണുണ്ട്, കാർബണുണ്ട്. ഓക്കെ, ഇനിയാണ് ഞാൻ സ്റ്റെയിൻലെസ് സ്റ്റീലില് ഞാൻ പറഞ്ഞ കോഡായ നിക്കർ പഠിക്കാൻ പറഞ്ഞത്. നിക്കർ എന്ന് എഴുതുമ്പോടാ
NI ആരാണ്? നിക്കറിന്റെ NI. CR നിക്കല് ക്രോമിയം. ഇതാണ് ഞാൻ നിക്കർ എന്ന് വായിച്ചത് കേട്ടോ. അപ്പോ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഇപ്പൊ എന്തുണ്ടാക്കണത്? നിക്കർ ഉണ്ടാക്കണത്. എന്തിനാ പഠിച്ചത് നമ്മള്? അതായത് സ്റ്റീലിൽ ഇരുമ്പും അയണും കാർബണും കൂടാതെ പിന്നെ ഒരു നിക്കറും ക്രോമിയവുമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉള്ളത്. പിന്നെ എന്തിനാ സാറേ ബ്ലേഡിന്റെ കാര്യം? ഇതിന്റെ ഉപയോഗം പറയാണ്ട് എന്താ അറിയോ? വീട്ടുപകരണങ്ങളും ബ്ലേഡൊക്കെ ഉണ്ടാക്കാൻ, ബ്ലേഡും വീട്ടുപകരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പിന്നെ എന്താ മക്കളെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പ്രത്യേകത? ഇത് ലോഹനാശനത്തെ പ്രതിരോധിക്കുന്നു. അത് ഞാൻ പറയാം, നശിപ്പിക്കാൻ ആരെങ്കിലും ബ്ലേഡ് ഉപയോഗിച്ച് മറ്റു ഉപകരണങ്ങൾ ഉപയോഗിച്ച് നശിപ്പിക്കാൻ നോക്കിയാലും ഇത് ഈ പറഞ്ഞ നിക്കർ കേടെല്ലാം കാരണം അതാട്ടോ. അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ലോഹനാശനത്തെ തടയുന്നു. ഇങ്ങനെ ലോഹനാശനത്തെ തടയുന്നു, പ്രതിരോധിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി മാംഗനീസ് സ്റ്റീൽ ചോദിച്ചാൽ ഈ പറഞ്ഞ അയണും കാർബണും കൂടാതെ മാംഗനീസ് എന്ന് എഴുതാം, മൂന്നാമത്തെ ഘടകം, അത്രയേ ഉള്ളൂ. സിലിക്കൺ സ്റ്റീൽ ചോദിച്ചാല് അയണും കാർബണും കൂടാതെ SI സിലിക്കൺ. എളുപ്പമാണ്, അങ്ങനെ പഠിച്ചു വെക്കിട്ടോ. കോഡുകളുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക. വൈദ്യുത കാന്തിക ഉപകരണങ്ങളുടെ കോറിൽ ഉപയോഗിച്ചിട്ടുള്ള സങ്കര സ്റ്റീൽ, നമ്മൾ പഠിക്കുന്ന 3 സങ്കര സ്റ്റീലുകൾ, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീല്, മാംഗനീസ് സ്റ്റീല്, സിലിക്കൺ സ്റ്റീൽ. ഇതിൽ ഏതോ ഒരു സങ്കര സ്റ്റീലാണ് ഒരുപാട് വൈദ്യുത കാന്തിക ഉപകരണങ്ങൾ, ജനറേറ്റർ, മോട്ടർ, ട്രാൻസ്ഫോമർ, ഇങ്ങനെയുള്ള ചിലതിലൊക്കെ വൈദ്യുത കാന്തിക ഉപകരണങ്ങളുടെ അവിടെ കോർ, പച്ചിരുമ്പ് കോർ എന്നൊക്കെ പറയുന്നത്, നടുവിലുള്ള കോറ്, അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീലാണ് മക്കളെ, അത് സിലിക്കൺ സ്റ്റീലാണ്. ഏതാടാ? സിലിക്കൺ സ്റ്റീലാണ്. അതുകൊണ്ട് മക്കളെ സിലിക്കൺ സ്റ്റീലിനെ ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്ന് വിളിക്കണത്. സിലിക്കൺ സ്റ്റീലിനെ ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്ന് വിളിക്കാൻ കാരണം ഇത്തരത്തിലുള്ള പല വൈദ്യുത കാന്തിക ഉപകരണങ്ങളുടെ കോർ നിർമ്മിക്കാനും ഉപയോഗിക്കുന്ന ഏതാണ്? സിലിക്കൺ സ്റ്റീലാണ് കേട്ടോ. അപ്പോൾ സ്റ്റീല് അത് പഠിച്ചു വെക്കുക. 3 സങ്കര സ്റ്റീലുകൾ, അവയുടെ ഉപയോഗം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട SCERT പുറത്തിറക്കിയ ചോദ്യ പേപ്പറിലുള്ള ഏതാനും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അപ്പോൾ ഡിസ്കസ് ചെയ്ത്. ഇനിയും കുറേ ചോദ്യങ്ങൾ നമുക്ക് വരും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവരും കൃത്യമായി ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചൊരു അഭിപ്രായം കമന്റ് ആയിട്ട് താഴെ രേഖപ്പെടുത്താനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.